ഹായ് പ്രിയമുള്ളവരെ, സുനിൽ വാസുദേവാണ്. മാർമല അരുവി വെള്ളച്ചാട്ടം, മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം. അതിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത്. 25 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് ഏകദേശം 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ അടുത്ത് നടക്കാനുണ്ട്. അവിടേക്ക് വണ്ടി പോവില്ല. ഇപ്പോൾ പാർക്കിംഗ് ഏരിയ ഈ ഓഫീസിൻ്റെ നേരെ മുൻഭാഗത്താണ്. അത് ചെറിയ പാർക്കിംഗ് ഏരിയയാണ്, വലിയ ബസ്സിൽ നിന്ന് വരാൻ കഴിയില്ല. അപ്പം പിന്നെ ഇങ്ങനെ നടന്ന് പോവാണ്. ഒരുപാട് പാറക്കെട്ടുകളും ഒക്കെ ഉള്ള നമുക്ക് ഈ ശബ്ദം കേൾക്കാം. നമുക്ക് ദൂരത്ത് തന്നെ ഈ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കാം. പിന്നെ ഇങ്ങനെ കഷ്ടിച്ച് നടന്നു പോകാൻ പറ്റുന്നതാണ് സ്ഥലങ്ങളാണ്. ഏകദേശം ആരോഗ്യമുള്ള ആൾക്കാർ കയറാനും മറയാനൊക്കെ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ബെറ്റർ ആണ്. കാരണം വയസ്സായ ആൾക്കാർ, കുട്ടികളൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം സ്ലിപ്പായി കഴിഞ്ഞാൽ അടിക്ക് പോയി പോവും. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളാണ്. ഏതായാലും ഒരു 2 കിലോമീറ്റർ അടുത്ത് ഇങ്ങനെ നടന്നു പോകാനുണ്ട്. നടന്ന് നടന്ന് കൊടും കാടാണ്. ആ കാട്ടിൽ നല്ല നല്ല കാലാവസ്ഥ, നല്ല സുഖം, നല്ല കാണുമ്പോൾ തന്നെ ഭയങ്കര മാനസികമായിട്ടൊരു സന്തോഷം കിട്ടുന്ന ഒരു സ്ഥലമാണ്. കേരള ടൂറിസത്തിന്റെ കീഴിലുള്ള സ്ഥലം കൂടിയാണ് ഈ മാർമല അരുവി വെള്ളച്ചാട്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ കൈവരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശ്രദ്ധിച്ച് പോയാൽ മതി. നടക്കണം എന്നുള്ളൂ. നടന്ന് ഇങ്ങനെ പോവുക. നല്ല കാട്ടിലെ കിളികളുടെ ശബ്ദവും വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദവും ഒക്കെ കേൾക്കാം. ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, വെള്ളച്ചാട്ടത്തിന്റെ അടിഭാഗത്ത് രണ്ട് സ്ഥലങ്ങളുണ്ട്. ആ രണ്ട് സ്ഥലം കുളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ച് ഒരു ഏരിയ തന്നെ കുളിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ മെയിനായിട്ട് കുളിക്കാൻ വരുന്ന ആൾക്കാരാണ്. തണുത്ത വെള്ളത്തിൽ ചോലയിൽ കിടന്ന് കുളിക്കാം. അങ്ങനത്തെ ഏരിയ ആണ്. അപ്പൊ ഈ റൂട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ കുളിക്കുന്ന ഭാഗത്തേക്ക് എത്തുന്നത്. അത് കുറെ നേരമായിട്ട് ഞാൻ അങ്ങ് നടക്കുന്നുണ്ട്. ഏകദേശം എത്താറായിട്ടുണ്ട്. ഇതാ മനോഹരമായിട്ടുള്ള ആ സ്ഥലം എത്തി. അടിപൊളി വിഷ്വല്, പാറക്കെട്ടുകള്, വെള്ളത്തിന്റെ ഒരമ്പല്, എന്താ പറയാ, മനോഹാരിത എന്ന് പറഞ്ഞാൽ അടിപൊളി. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് 2 കിലോമീറ്റർ നടന്നതിനുള്ള ഒരു സ്ഥലം നമ്മൾ എത്തി. ചുറ്റുപാടും കയറേ കെട്ടിയാണ്. കാരണം മഴക്കാലത്താണെങ്കിൽ ഭയങ്കര വെള്ളമായിരിക്കും. ആ മനോഹാരിത കണ്ടോളിട്ടോ, ഞെട്ടിപ്പോവും. എത്ര ഹൈറ്റ് എന്ന് പറയുമ്പോൾ. പക്ഷെ ഞാൻ വേനൽക്കാലത്ത് ആയതുകൊണ്ട് വെച്ച് വെള്ളം കുറവാണ്. ഓക്കെ. വാഗമൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് വാഗമൺ. മനോഹരമായ സ്ഥലമാണ്. എന്താ പറയുക, നല്ല ക്ലൈമറ്റ്. ഉച്ചയ്ക്ക് 2 മണിയാണ്. പക്ഷെ ഇവിടെ നല്ല തണുപ്പാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണുക. വാഗമണിലെ മനോഹരമായ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത് തരാം. ഓക്കെ. അരുവി വെള്ളച്ചാട്ടം കണ്ട ശേഷം പിന്നെ ഞാൻ നേരെ പോയത് വാഗമൺക്കാണ്. ബൈക്കിലാണ് ടൈപ്പ് പോണത്. വാഗമൺ ചുരാണത്. അടിപൊളി സംഭവം. കോട്ടയം ജില്ലയിൽ വന്നു കഴിഞ്ഞാൽ പല പല സ്ഥലങ്ങളാണ്. എന്തൊക്കെ കാണാണ്ട്. ഇല്ലിക്കൽക്കല്ല് കാണാണ്ട്, വാഗമൺ കാണാണ്ട്, മാർമലരുവി കാണാണ്ട്. അങ്ങനെ മനോഹരമായ സ്ഥലങ്ങളാണ് ഫുള്ളുള്ളത്. ഇലവിഴാപ്പൂഞ്ചിറ ഉണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ വെള്ളച്ചാട്ടമുണ്ട് ഈ കോട്ടയം ഇടുക്കി ഭാഗങ്ങളിൽ. അങ്ങനെ വാഗമൺ മൊത്തം അടിച്ച് പൊളിച്ച് കണ്ട് ചുരമൊക്കെ എൻജോയ് ചെയ്ത് പിന്നെ നേരെ മൊട്ടക്കുന്ന്, അതായത് കുരിശുമല കഴിഞ്ഞാൽ പിന്നെ പോകുന്ന മൊട്ടക്കുന്നാണ്. മൊട്ടക്കുന്ന് എന്ന് പറഞ്ഞാൽ മനോഹരമായ ഒരു സ്ഥലമാണ്. നല്ല നമ്മൾ ചെറുപ്പത്തിൽ ഈ മണ്ണപ്പൊക്കെ ചുട്ട് കളിക്കല്ലോ, അതുപോലെയുള്ള കുറേ മണ്ണപ്പം ചുട്ട മാതിരിയുള്ള കുറേ മലകളൊക്കെ, അതൊക്കെ ശരിക്കും ഞാൻ എൻജോയ് ചെയ്ത്. നല്ല തണുത്ത കാറ്റും. ഏകദേശം ഒരു 3 മണി 4 മണിയൊക്കെ ആയപ്പോൾ തന്നെ നല്ല കോട മഞ്ഞൊക്കെ അങ്ങനെ വരുന്നുണ്ട്. ആ കോട മഞ്ഞിലൊക്കെ ഞാൻ ആസ്വദിച്ച് അത് ഉന്മാദത്തോടു കൂടി കണ്ട് പിന്നെ അവിടെ നേരെ ഞാൻ പോയത് ഇലവീഴ പൂഞ്ചിറ. അടിപൊളി ഫ്ലോട്ട്. എന്താ അറിയില്ല, ഇലവീഴ പൂഞ്ചിറ ഞാനൊരു സ്റ്റേ ചെയ്ത് പിറ്റേന്നാണ് ഞാൻ അവിടെ കാണുന്നത് ഫുള്ളായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇല്ലിക്കലക്കല്ല് പോയി. ഏതായാലും ഇലവിഴ പൂഞ്ചിറ എന്ന് പറഞ്ഞാൽ മനോഹരമായ ഒരു പ്ലേസ് ആണ്. ഒന്നും പറയാനില്ല. നമ്മുടെ എക്കോ, അതുപോലെ തന്നെ ഇലവിഴ പൂഞ്ചിറൊക്കെ സിനിമ ഷൂട്ട് ചെയ്ത ഒരു മനോഹരമായ, എന്താ പറയാ, ഭൂമിയിലൊരു സ്വർഗം എന്ന് പറയാം. ഭൂമിയിലെ ഒരു സ്വർഗത്തിലേക്കാണ് ഞാൻ സഞ്ചരിച്ചത്. കാടും പുല്ലുകളും ഒക്കെ നിറഞ്ഞ ഇലവിഴ പൂഞ്ചിറ മനോഹാരിത. ഓരോരോ വ്യൂ. അത് വണ്ടിയുണ്ട്, ജീപ്പിൽ കയറുന്ന ആൾക്കാരുണ്ട്, പൈസ കൊടുക്കണം. അതല്ല, നടന്ന് കയറുമ്പോഴാണ് അതിന്റെ ഭംഗി മക്കളെ. ആ ഭംഗിയാണ്, അപാര ഭംഗിയാണ്. അതിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു റോഡ് കാണാം, തോട് കാണാം, വയൽ കാണാം, കുളങ്ങൾ കാണാം. എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഒരു പ്രാവശ്യമെങ്കിലും ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം. കാരണം അത്രയും ഭംഗിയാണ്. കാരണം പോകുമ്പോൾ എന്താണ്, നമ്മൾ കയറ്റം കയറാനുള്ള പാകത്തിൽ പോകണം. എൻജോയ് ചെയ്തിട്ട് പോകണം. ഈ വയസ്സായ ആൾക്കാരും കുട്ടികളൊന്നും പറ്റില്ല. നമ്മൾ ഈ ഒരേമാതിരി മൈൻഡുകളാണ്. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേന്ന് ഞാൻ രാവിലെ നേരെ പോയി അരുവിക്കുഴി വെള്ളച്ചാട്ടം. അരുവിക്കുഴി വെള്ളച്ചാട്ടം നല്ല രസമുള്ള വെള്ളച്ചാട്ടമാണ്. മനോഹരമായ വെള്ളച്ചാട്ടമാണ് അരുവിക്കുഴി. ചെറിയ വെള്ളച്ചാട്ടമാണെങ്കിൽ കുളിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്, ഇരിക്കാനും ഒക്കെ സൗകര്യമുണ്ട്. അതൊക്കെ മനോഹരമുള്ള വെള്ളച്ചാട്ടങ്ങളാണ് അതൊക്കെ. അങ്ങനെ ഒരുപാട് സ്പോട്ടുകളുണ്ട്. ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക.
സെർച്ച് ചെയ്ത് കോട്ടയം ഇടുക്കി ഭാഗത്തുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ മൊത്തം കിട്ടും. മനോഹരമായ സ്മൂത്ത് ഇതൊക്കെ ഞാൻ പോയപ്പോൾ കുറച്ച് വേനൽക്കാലമാണ്, അത്ര മഴയൊന്നുമില്ല. പക്ഷെ കുറച്ച് മഴക്കാലമാണെങ്കിൽ നല്ല വെള്ളച്ചാട്ടം ദമ്മിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള രസകരമായ സ്ഥലങ്ങളിൽ കൂടിയാണ് ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്, എല്ലാം കൊണ്ടും മനോഹാരിത. ലൈഫിൽ ഇങ്ങനെയുള്ള സ്പോട്ടിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ട്, ആ എനർജി എന്നുള്ള വലുതാണ്. ഈ വെള്ളമൊക്കെ നോക്കിയാണെങ്കിൽ എന്തോ ഒരു രസം കാണാൻ, നല്ല ഭംഗിയുള്ള വെള്ളം, അതിൻ്റെ മനോഹാരിത ഒക്കെ കണ്ടു നോക്കിയാണേ. അപ്പോൾ അതാണ് നമ്മളിങ്ങനെ സ്ഥലത്ത് പോകുമ്പോൾ ജോലി സംബന്ധമായിട്ടും അല്ലാതെയൊക്കെ പോകുമ്പോൾ വെറുതെ ഇങ്ങോട്ട് പോരല്ല, അത് ആസ്വദിക്കണം, അത് ഓരോന്ന് ആസ്വദിക്കണം. അരുവിക്കുഴി വെള്ളച്ചാട്ടം സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലോങ് എന്നൊക്കെ അത് മഴക്കാലത്താകുമ്പോൾ കുറച്ചുകൂടി പവർ കൂടും, എൻജോയ് ചെയ്യാൻ പറ്റും, നല്ല ബ്യൂട്ടിഫുൾ ആണ്, അതിന് ലുക്ക് ഉണ്ട് കാണാൻ. ഓക്കെ, അങ്ങനെ ഓരോരോ വെള്ളച്ചാട്ടങ്ങളും. ശരിക്കും എനിക്ക് തോന്നുന്നു വയനാട് ജില്ല കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ വെള്ളച്ചാട്ടമൊക്കെ വരുന്ന സ്ഥലം ഈ കോട്ടയം ഇടുക്കി ഭാഗങ്ങളാണെന്നൊക്കെ തോന്നുന്നത്. കാരണം അത്രയും രസങ്ങളുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ കാണാനുള്ളത്. ഒക്കെ എല്ലാം കൊണ്ടും ബ്യൂട്ടിഫുൾ ആണ്, മനോഹരമായ സ്ഥലങ്ങളാണ്. അതിൻ്റെ ഒരു വിഷ്വലാണ് ഞാൻ കാണിക്കുന്നത്, മൊത്തത്തിലുള്ള വിഷ്വലാണ് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് വീണ്ടും ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനുണ്ടായിരുന്നു. ഏത്, നമ്മുടെ ഇലവീഴ പൂഞ്ചിറ, എൻ്റെ സുഹൃത്തും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ ആ സ്ഥലത്ത് ഞാൻ വീണ്ടും ഒന്നും കൂടി സന്ദർശിച്ചു. ആദ്യം ഞാൻ പോയി, അന്ന് ജീപ്പിലാണ് പോയത്. ആദ്യം നടന്ന് കയറി, പിന്നെ വേറെ ദിവസം ജീപ്പിൽ കയറി. അത് മനോഹരമായ ട്രക്കിംഗ് ആയിരുന്നു, അതൊരു അനുഭവം തന്നെയായിരുന്നു. ട്രക്കിംഗ് 2500 റുപ്യ ചാർജ് വന്ന്, 5 ആൾക്ക്, ഒരാൾക്ക് 500 റുപ്യ വെച്ച് വരുമ്പോൾ അതും ഭയങ്കര ഒരു മാനസികമായിട്ട് സന്തോഷമുള്ളൊരു സംഭവമായിരുന്നു. കാരണം ഒറ്റയ്ക്ക് പോയുള്ള ഫീലല്ല, കുറച്ച് നമ്മളെ കമ്പനിക്കാരുണ്ടായപ്പോൾ ഫീൽ, അത് വേറൊരു ഫീലായിരുന്നു. ഏതായാലും അതൊക്കെ ശരിക്കും നമ്മൾ ഫസ്റ്റത്തെ എക്സൈറ്റ്മെന്റ് ഇല്ല, പക്ഷെ എന്നാലും കുറച്ചുകൂടി മുകളിലേക്കൊക്കെ കയറിപ്പോയി. അന്ന് കുറച്ചുകൂടി ഏറ്റവും ടോപ്പിലേക്കൊക്കെ കയറിപ്പോയി. ആദ്യം പോയപ്പോൾ എത്ര ടോപ്പ് പോയിട്ടില്ല, പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം പോയ സമയത്ത് കുറേ ടോപ്പിലൊക്കെ കയറിപ്പോയി. നമ്മുടെ അതിൻ്റെ മനോഹരമായ ആ പ്ലേസിൽ എത്തി. അതുപോലെ അടിഭാഗം കുറച്ച് സ്ഥലങ്ങൾ കാണാണ്ടായിരുന്നു, അവിടെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അതൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് കണ്ട്. അന്ന് ഫസ്റ്റ് പോയപ്പോൾ ഞാൻ തിരക്ക് പിടിച്ച് കുറച്ച് പോയി, വേഗം പെട്ടെന്ന് പോയി പോന്ന്. കുറച്ച് നേരം അവിടെ ഈവനിങ് സമയത്താണ് എത്തിയത്. രണ്ടാമത്തെ സമയത്ത് ജീപ്പിലാണ് ഞാൻ പോയത്. ജീപ്പ് പോയപ്പോൾ കുറച്ചും കൂടി സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ട്, ആ താഴെ ഭാഗത്ത് കുറച്ച് വിസിറ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ കണ്ട്, ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്, നല്ല തണുത്ത കാലാവസ്ഥയും കാര്യമൊക്കെയാണ്. അതൊക്കെ കുറച്ച് ചെയ്ത് അന്ന് രാവിലെ പോയിട്ടോ. ആദ്യം ഫസ്റ്റ് പോയ സമയത്ത് വൈകുന്നേരം എത്തിയതാണ്. അപ്പോൾ വൈകുന്നേരം എത്തിയപ്പോൾ ഞാൻ മറ്റിടത്തൊക്കെ പോയി വന്നതല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി. ഇപ്പൊ അതിന് ശേഷം ഞാൻ താഴെ ഭാഗത്തൂടെ ഒക്കെ ഒന്ന് കറങ്ങി, അതിന് ഭാഗങ്ങളൊക്കെ വിസിറ്റ് ചെയ്തു. പിന്നെ ആ മുകൾ ഭാഗത്തൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി അപ്പുറത്തെ സൈഡ് ഉണ്ട്. ഇത് കുറെ കാണാനുണ്ട്, ശരിക്കും രാവിലെ പോകണം. രാവിലെ പോയാൽ കുറേ കാണാനുണ്ട്. അപ്പം മുകൾ ഭാഗം കുറച്ചുകൂടി വിസിറ്റ് ചെയ്തു. ഇവിടുന്നാണ് ഈ എക്കോ പറഞ്ഞ സിനിമ ഒക്കെ ഷൂട്ട് ചെയ്തത്. ആ നായ്ക്കളൊക്കെ വരുന്ന രംഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഷൂട്ട് ചെയ്തു. അതൊക്കെ എൻ്റെ ക്യാമറയിൽ ഞാൻ നല്ല നല്ല വിഷ്വലുകൾ ഇങ്ങനെ ഒപ്പിയെടുത്ത്, ഓരോരോ ഭാഗങ്ങളും ഒപ്പി എടുത്ത്. അപ്പോൾ അടിപൊളി സ്ഥലങ്ങളാണ്, അതിലെ ഓരോരോ സ്ഥലങ്ങളും ബ്യൂട്ടിഫുൾ ആണ്. അത് നമ്മളിവിടെ പോയാൽ തന്നെ മനസ്സിലാവുള്ളൂ അതിൻ്റെ ആ പ്രകൃതി രമണീയമായ ഭംഗി എന്നുള്ള, അങ്ങനത്തെ ഭംഗിയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ ട്രക്കിങ്ങിന് പറ്റിയ റോഡാണ്, കെട്ടറുള്ള കുണ്ടും കുട്ടിയുള്ള കെട്ടറുള്ള ഒരു ജാതി റോഡ്. പിന്നെ ആകാശത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മല മുട്ടുണ്ടോ സംശയമാണ്. കാരണം മലയും ആകാശവും, പിന്നെ അങ്ങനെ വൈകുന്നേരമൊക്കെ ആയ സമയത്ത് നല്ല കാറ്റും, തണുത്ത കാറ്റും കോടമഞ്ഞൊക്കെ അങ്ങോട്ട് വന്ന് മൊത്തം ഇരുണ്ട അവസ്ഥയായിരുന്നു, മഴ വരുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനത്തെ ഒരു ഭയങ്കരമായ ഒരു ഫീൽ നമുക്ക് ഉണ്ടായിരുന്നപ്പോൾ. അതുപോലെ റോഡിന്റെ അവസ്ഥ വെച്ചാൽ ആ ട്രക്കിങ്ങിന് വേണ്ടി റെഡിയാക്കിയ റോഡാണത്. കുറെ ആൾക്കാരൊക്കെ നടന്ന് കയറുന്നുണ്ട്. ഞങ്ങൾ ഏതായാലും 2500 കൊടുത്തിട്ട് മുകളിലറ്റം കയറിപ്പോയി. ഇലവീഴ പൂഞ്ചിരിയുടെ മനോഹാരിത എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് മക്കളെ, അത് പറഞ്ഞാൽ തന്നെ മനസ്സാവുള്ളൂ. കാരണം അവിടെ പോകണം, ഒരു വലിയൊരു മല, അതിന്റെ എല്ലാ ഭാഗങ്ങളും ഒരു 10-20 വ്യൂ പോയിന്റുകളുണ്ട്. ഞാൻ ഇപ്പോൾ 2 പ്രാവശ്യം ആ സ്ഥലത്തൂടെ പോയി. തടാകങ്ങളും അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആകാശം മുട്ടണ മാതിരിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അമ്മാതിരി സ്ഥലങ്ങളാണ്, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിലുള്ള സന്തോഷവും തണുത്ത കാറ്റും ഫീലും എല്ലാം കൊണ്ടും ഇതാണ്. ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാലാ ടൗണിൽ അവിടെ കാണാം, ഒരുപാട് സ്ഥലം കാണാനുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അമ്മാതിരി സ്ഥലമാണ്. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2, 3, 4 പ്രാവശ്യം പോയാൽ നമുക്ക് അത് മടുക്കൂല, മടുക്കാത്തൊരു പ്ലേസാണ് ഇലവീഴ പൂഞ്ചിറ. അതിന്റെ താഴെ ഭാഗത്ത് ജീപ്പുകളൊക്കെ ഇട്ടോ, ജീപ്പുകളൊക്കെ ഇഷ്ടം മാതിരി ഉണ്ട്. ആ ജീപ്പിലേക്കാണ് ആൾക്കാർ ട്രക്ക് ചെയ്യുന്നത്. ഞങ്ങൾ അതിലാണ് പോകുന്നത്, ജീപ്പിൽ കയറിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഫസ്റ്റ് ഞാൻ ഒറ്റയ്ക്ക് പോയി. പിന്നെ ഈ പുല്ല് കണ്ടത്, അതൊരു പ്രത്യേകതരം പുല്ലാണത്. ഈ പുല്ല് പറഞ്ഞ ഒരു വൈബ് പുല്ലാണത്. അപ്പുറത്ത് തടാകങ്ങളുണ്ട്, ഗുഹകളുണ്ട്, ഗുഹ കാണാനുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. ഇത് കണ്ടോ, ഇത് കനാൽക്കുട്ട് ട്രക്കിങ്ങിന്റെ ഏരിയ ഉണ്ട്. അങ്ങനെ ഭയങ്കര എന്താണ് ഫീലുള്ള സ്ഥലമാണ്. ഇനി നമ്മൾ ഏറ്റവും ടോപ്പിലാണ് ഇപ്പൊ എത്തിയത് കേട്ടോ.
ഏറ്റവും ടോപ്പിൽ മനോഹരമുള്ള സ്ഥലം. അതുകൂടാതെ ഷൂട്ടിങ്ങിന് വേണ്ടി തയ്യാറാക്കിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ. ആ ഒരു ഇലവിഴ പൂഞ്ഞഞ്ചിറ എന്ന സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ സംഭവങ്ങൾ ഇതൊക്കെ ഉള്ള സ്ഥലമാണ്. ഇത് കണ്ടങ്ങൾ, ഇതാണ് ആ ഷൂട്ടിങ്ങിലുള്ളത്, ഇത് ആ സിനിമയിലുള്ളത്, ഇലവിഴ പൂഞ്ചിറ എന്ന സിനിമയിലുള്ളത്. ഓക്കെ, ആ ഒരു സ്പേസ് ആണ് ഈ കാണുന്നത്. ഏറ്റവും ടോപ്പാണിത്. ഇവിടുന്ന് അങ്ങോട്ട് ഇല്ല. ഇതാണ് ഏറ്റവും ടോപ്പ്, ഇലവിഴ പൂഞ്ചിറയുടെ ഏറ്റവും ടോപ്പ് ഭാഗമാണ് ഈ കാണുന്നത്. അടിപൊളി വ്യൂ. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏതോ ലോകത്തെത്തിയ മാതിരിയാ. അവിടെ നിന്നൊക്കെ ഒരു ഫോട്ടോ വീഡിയോസ് എടുക്കുമ്പോൾ ഉണ്ടാവും വൈബ് പറഞ്ഞ ചില്ലറന്നല്ല. എന്തോ ഒരു രസം. അതിന് അപ്പുറത്തെ സൈഡൊക്കെ കണ്ടില്ല, എക്കോ പറഞ്ഞ സിനിമയിലൊക്കെ ഉപയോഗിച്ച ഭാഗങ്ങൾ, അതിൻ്റെ സ്പോട്ടുകൾ, കാര്യങ്ങൾ. ഈ രണ്ട് സിനിമ കാണണം. ഈ രണ്ട് പടം കണ്ടിട്ട് നമ്മൾ അതിന് പോയാണ്ടല്ലോ, നമ്മൾ വേറെ വൈബാണ് മക്കളെ. എനിക്ക് ഇഷ്ടപ്പെട്ട് വെച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കോട്ടയം ജില്ലയിൽ എന്തൊക്കെയാണ് കാണാനുള്ളത്. ഇത് കണ്ടങ്ങൾ, ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഞാൻ കയറി. ഇതൊരു ബോഗി മാതിരി ഒരു സംഭവമാണ്. അതിൻ്റെ ഉള്ളിലേക്കിട്ട് കയറി കഴിഞ്ഞാൽ വേറെ വൈബാണ്, വേറെ ലോകമാണ്. ഇത് കാണേണ്ട സംഭവമാണത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യുക. N4 നജൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.